പണിത് ഒരു വഴിക്കാക്കിയെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു റോഡിൻ്റെ കഥയാണ് ഇനി പറയുന്നത്. ഇടുക്കിയിലെ മുള്ളരിങ്ങാട് വെള്ളക്കയം മൊട്ടമുടി ബ്ലാത്തിക്കവല റോഡിൻ്റെ നിർമ്മാണം 16 വർഷം മുമ്പ് തുടങ്ങിയതാണ്. പക്ഷേ പണി പൂർത്തിയായില്ലെന്ന് മാത്രമല്ല, വളരെ ശോചനീയമാണ് ആ റോഡിൻ്റെ അവസ്ഥ. ദയവായി റോഡൊന്ന് നന്നാക്കൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വഴിയറിയാതെ ജനം പെരുവഴിയിൽ. ഇടുക്കിയിലെ റോഡുകളുടെയൊക്കെ നിർമ്മാണ ഘട്ടത്തിൽ പലവിധ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. പലപ്പോഴും റവന്യൂ വകുപ്പും വനം വകുപ്പും തമ്മിലുള്ള തർക്കമാണ് അതിനൊക്കെ കാരണമായി മാറുന്നത്. ഒരു ഘട്ടം കഴിയുമ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ 16 വർഷത്തിലധികമായി ഒരു റോഡിനു വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത് ഒരൽപ്പം കടന്നുപോയില്ലേ? വെള്ളക്കയം മൊട്ടമുടി ബ്ലാത്തിക്കവല റോഡിന്റെ പണി നിലച്ചിട്ട് 2 വർഷം. 7 കിലോമീറ്ററാണ് റോഡിന്റെ ദൂരം. മുള്ളരിങ്ങാട് വെള്ളക്കയത്തു നിന്ന് തുടങ്ങി വെള്ളിലാം തൊട്ടി വഴി ബ്ലാത്തിക്കവല എത്തുന്ന വഴിയാണ്. മെറ്റൽ വരെ നിരത്തി. പിന്നെ പണി നടന്നില്ല. വെള്ളക്കയത്തു നിന്നും തുടങ്ങി ബ്ലാത്തിക്കവലയിൽ ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ ചേരുന്ന വഴിയാണിത്. ഗോത്രവർഗ ജനത ഉൾപ്പെടെ 100 കണക്കിന് കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന റോഡ്. ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 2006 തുടങ്ങിയ റോഡാണ്. അത് കഴിഞ്ഞ് PWD ഏറ്റെടുത്ത് ഈ റോഡ് പണിയെല്ലാം പണി തീർത്ത് റബ്ബറൈസ്ഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ സമയത്താണ് ഫോറസ്റ്റുകാർ സ്റ്റേ കൊടുത്ത് റോഡ് പണി നിർത്തിക്കളഞ്ഞത്. അത് കഴിഞ്ഞ് ഈ റോഡ് ഇപ്പോൾ ഇതിൽ നടക്കാൻ പോലും പറ്റുന്നില്ല. ഇത് ഹൈവേയിലേക്ക് ചെന്ന് മുട്ടുന്ന റോഡാണ്, അതായത് തേനിയിലേക്ക് ചെല്ലുന്ന റോഡാണ്. എന്തോരം ആൾക്കാർ വരും, ഇവിടെ എന്തോരം വികസിക്കും. ഒന്നാമത് കാണാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ, നല്ല പ്രദേശമാണ്. ഇത്രയും ബുദ്ധിമുട്ടിൽ ഞങ്ങളിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ കയറി പോകില്ല, ബൈക്ക് കയറി പോകില്ല, ജീപ്പ് കയറി പോകില്ല, ആകെപ്പാടെ പിക്കപ്പ് മാത്രമേ കയറി പോകുള്ളൂ. 2010 റോഡിന്റെ നിർമ്മാണം തുടങ്ങിയത്. മണ്ണുപണികൾ മാത്രം നടത്തി കരാറുകാരൻ മുങ്ങി. 14 വർഷം ഒരു നടപടിയും ഉണ്ടായില്ല. 2024 റോഡ് പണിക്കായി വീണ്ടും ടെൻഡർ വിളിച്ചു. കരാർ നൽകി പണി തുടങ്ങിയപ്പോൾ വനം വകുപ്പ് തടസ്സവാദവുമായി എത്തി. പ്രധാനമായും ഉണ്ടായ തടസ്സം എന്ന് പറയുന്നത് വനംവകുപ്പിൻ്റെ ആദ്യ തടസ്സം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഏകദേശം മാറിയിട്ടുണ്ട്. പുതുതായി റോഡ് എടുക്കാമെന്ന് പലരും വാഗ്ദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. അതും നടന്നിട്ടില്ല. ഞാൻ മുൻപ് ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇതിനുവേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെയും പിന്നീട് ഒരു ചലനം ഇതിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. ഇത് നടത്തി പൂർത്തീകരിച്ച് തരണം എന്ന് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം. റോഡ് കടന്നു പോകുന്ന വഴിക്ക് ഇരുവശവും പട്ടയ ഭൂമിയാണ്. ഇവിടുള്ള കുടുംബങ്ങൾക്ക് പട്ടയം നൽകുമ്പോൾ റോഡ് ഒഴിവാക്കി അളന്നാണ് പട്ടയം നൽകിയത്. റോഡിനായി പ്രത്യേകം പട്ടയം നൽകുന്ന പതിവുണ്ടോ എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. എനിക്ക് അതിരാവിലെ എണീറ്റാൽ മാത്രമാണ് എനിക്ക് കൃത്യസമയത്ത് സ്കൂളിലെത്താൻ പറ്റുള്ളൂ. വണ്ടി വിളിച്ചാൽ വരാൻ പറ്റില്ല, കാരണം ഇതേപോലത്തെ റോഡാണ്. വണ്ടി കയറില്ല. പിന്നെ മഴക്കാലത്തൊക്കെ ഭയങ്കര പാടാണ് കയറി വരാനും നടന്നു പോകാനൊക്കെ. 3 കിലോമീറ്റർ ഏകദേശം നടക്കണം. കുറേ ഭാഗം, എൻ്റെ പകുതിയോളം ഭാഗം മിറ്റിലിടുകയും കലുങ്ക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പണി തീരുകയും എല്ലാം ചെയ്താണ്. ഫോറസ്റ്റുകാരുടെ തടസ്സങ്ങൾ മൂലം എല്ലാം ഇവിടെ ഈ പണി തടസ്സപ്പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഒരു വാഹനങ്ങൾ മനുഷ്യന് നടന്നു പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇതിൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഇട്ട മിറ്റിൽ വരെ ഇന്ന് തേഞ്ഞു തീർന്നിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നിരവധി തവണ ആവശ്യപ്പെട്ടാണ്. ഒരിക്കൽ കൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ റോഡ് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കണം. സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും അനാസ്ഥയാണ് ഈ റോഡ് നിർമ്മാണം അനന്തമായി നീളാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിന്റെ തൽസ്ഥിതി വ്യക്തമാക്കി സർക്കാർ ഉത്തരവിറക്കണമെന്നും ആവശ്യം. ഒരു റോഡിനു വേണ്ടി ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വരുന്ന ആളുകളുടെ ഗതികേട് ഇനിയെങ്കിലും മാറ്റിക്കൊടുക്കണം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.